നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുമോ? 8-ാം തീയതിയാണ് വിധി വരുന്നത്. ആ വിധി കാത്തിരിക്കുകയാണ് കേരളം. ആയിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായത്. അന്വേഷണം ദ്രുതഗതിയിൽ ആയിരുന്നു മുന്നോട്ട് പോയത് എന്നത് നമുക്കറിയാം. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായതിനു ശേഷം ഇതിന്റെ ഗൂഢാലോചന എവിടെ നടന്നു എന്നത് ആയിരുന്നു പിന്നീട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി. ആ ഗൂഢാലോചന നടത്തിയത് നടൻ ദിലീപാണ് എന്ന തരത്തിലുള്ള കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അതിനുവേണ്ടി നാദിർ ഷായെയും ദിലീപിനെയുമാണ് തുടക്കത്തിൽ ചോദ്യം ചെയ്തത്. പിന്നീട് ദിലീപിനെ മാത്രം ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള വാർത്തകൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഘട്ടത്തിൽ ആലുവയിലെ പോലീസ് ക്ലബ്ബ് അത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരിടമാണ്. ആലുവയിലെ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചായിരുന്നു നടൻ ദിലീപിനെ 13 മണിക്കൂർ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റു പ്രതികളെ അടക്കം പലതവണയായി പോലീസ് ക്ലബ്ബിൽ എത്തിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അന്ന് വാർത്താ കേന്ദ്രമായിരുന്ന പോലീസ് ക്ലബിന്റെ സാഹചര്യം എന്തായിരുന്നു? പോലീസ് ക്ലബ്ബിൽ നടന്നത്, ആ വിശദാംശങ്ങൾ നോക്കാം. നടിയെ ആക്രമിച്ച കേസിൽ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നതും അതോടൊപ്പം തന്നെ അവരുടെ മുഴുവൻ പ്രവർത്തനവും കേന്ദ്രീകരിച്ചിരുന്നത് ഇവിടെയുള്ള ആലുവയിലെ പോലീസ് ക്ലബ്ബ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ആലുവ ജംഗ്ഷനിൽ നിന്ന് ആലുവ മണപ്പുറത്തേക്ക് പോകുന്ന ഈ വഴിയിൽ ഇവിടേക്ക് വരുന്നവർക്ക് ആലുവ മണപ്പുറം സുപരിചിതമായൊരു ഇടമാണ്. ഈ വഴിയിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ ഇടതുഭാഗത്ത് ചേർന്നുകൊണ്ട് ആലുവ പോലീസ് ക്ലബ്ബ് ഉള്ളത്. ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ നടക്കും. പ്രധാനപ്പെട്ടതുമായ ചോദ്യം ചെയ്യൽ, നടൻ ദിലീപിൻ്റെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതും ഇവിടെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്നത് ഡിസ്ട്രിക്ട് പോലീസ് ട്രെയിനിങ് സെൻറ്റർ എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്നത്തെ ആലുവ പോലീസ് ക്ലബ്ബ് എന്ന രീതിയിലായിരുന്നു. ഇന്നതൊരു പോലീസിൻ്റെ ഒരു പരിശീലന കേന്ദ്രം എന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറിയിരിക്കുന്നു. ഇതിൽ കേസ് വന്ന അതിനുശേഷം പോലീസിൻ്റെ ചോദ്യം ചെയ്യലടക്കം നിരവധി പേരെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നതിൽ നടന്മാർ ഉൾപ്പെടെയുള്ളവർ പലതവണ ഇവിടേക്ക് അവരിക്ക് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യലും എല്ലാം തന്നെ നീണ്ടുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് അന്വേഷണം, അതിൽ ഏറ്റവും സുപ്രധാനം ജൂൺ 28 നടന്ന ചോദ്യം ചെയ്യൽ. അന്ന് നടൻ ദിലീപിനെയും നാദർഷയെയും വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലടക്കം നീണ്ടുപോവുകയും ചെയ്തു. 13 മണിക്കൂറുകളോളം ആ ചോദ്യം ചെയ്യൽ നീളുന്നു. ഒരുപക്ഷേ ഈ അന്വേഷണത്തിലെ ഏറ്റവും അതിനിർണായകമെന്നെല്ലാം തന്നെ പറയാവുന്ന ചോദ്യം ചെയ്യൽ, ആ കേസ് അന്വേഷണത്തിന് ഏറ്റവും വഴിത്തിരിവ് എന്ന് പറയാവുന്ന കാര്യങ്ങളും എല്ലാം നടന്നത് ആ ദിവസമാണ്. 13 മണിക്കൂറാണ് അന്ന് ആ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നത്. പോലീസിന് അതുവരെ സമാഹരിച്ച ചോദ്യം ചെയ്യലിനടക്കം ശേഖരിച്ച മുഴുവൻ തെളിവുകളും എല്ലാം തന്നെയും ക്രോഡീകരിച്ചുകൊണ്ടാണ് അന്ന് അത്തരം ഒരു വലിയ നീണ്ട മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലേക്ക് പോയത്. ആ 13 മണിക്കൂർ നീണ്ട ഏതാണ്ട് അർദ്ധരാത്രിയിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ മുഴുവനായിട്ട് തന്നെയും ആളുകൾ തടിച്ചുകൂടുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നിരുന്നു. പ്രധാനമായും തന്നെ അന്ന് പറഞ്ഞിരുന്നത് ദിലീപ് അറസ്റ്റിലാകും എന്ന് തന്നെ എല്ലാം തന്നെ പറഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് ദിലീപ് അറസ്റ്റിൽ എന്ന് തന്നെയുള്ളൊരു വാർത്തകളിലേക്കെല്ലാം തന്നെ വരികയും എല്ലാം തന്നെ ചെയ്തു. പലപ്പോഴും ആ രീതിയിലേക്ക് മാധ്യമങ്ങൾ ആ വാർത്തകൾ ആ രീതിയിലേക്ക് പോകുന്നു എന്നൊരു സംശയവും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നടൻ സിദ്ദിഖ് അടക്കമുള്ളവർ ഇവിടെ എത്തുകയും അദ്ദേഹം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ താൻ വന്നതാണ് എന്ന് എല്ലാം തന്നെ പറയുകയും ചെയ്തു. അവിടെ കൂടിയിരിക്കുന്നവർ താങ്കൾ എന്തുകൊണ്ട് ഇവിടേക്ക് വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തിനെയാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തി, ഇത്രയും സമയം ഇത്രയും ആകുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല, അതുകൊണ്ട് അന്വേഷിച്ച് വന്നതാണ് എന്നതടക്കമുള്ള ഒരു പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും എല്ലാം ചെയ്തതും ആ ഒരു സമയത്താണ്. തുടർന്ന് രാത്രിയോടുകൂടി വളരെ വൈകി ഇവരെ അവിടെ നിന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം വിടുന്നു. പിന്നീട് ജൂലൈ 10 ദിലീപിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അന്ന് ഈ തൊട്ടടുത്തുള്ള ഈ കെട്ടിടവും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുഴുവൻ മാധ്യമ സംഘവും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. കാരണം ഇതിനകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. ഈ തൊട്ടടുത്ത ഈ ഒരു കെട്ടിടത്തിൽ അതിൻ്റെ ഗോണി പടിയിലെല്ലാം തന്നെ കയറി നിന്നുകൊണ്ടായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയിരുന്നത്. ഇന്നിപ്പോൾ അതിന് മാറിയിരിക്കുന്നു. ഇതിപ്പോൾ ആലുവ നഗരസഭയുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം തോട്ടക്കാട്ടുകര എന്ന രീതിയിലേക്ക് ആ സ്ഥാപനം മാറുന്നു. അന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക്, അതിഥി തൊഴിലാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാസസ്ഥലമായിരുന്നു അത്. അതിനെല്ലാം തന്നെ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു. വർഷങ്ങൾ കൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാറിയിരിക്കുന്നു. എന്തായാലും
ഇതായിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യലും പ്രധാനപ്പെട്ട നീക്കങ്ങളും എല്ലാം നടന്നത്. ദിലീപ് ജൂലൈ 10 അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആലുവയിലെ ഈ സമീപത്തുള്ള ഒരു കോഫി ഹൗസിലേക്ക് അന്ന് ഇവിടുത്തെ സിറ്റി റൂറൽ എസ് പി ആയിരുന്ന റൂറൽ എസ് പി ആണ് ഇവിടെ ദിലീപിനെ വിളിച്ചു വരുത്തുന്നതും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് പറയുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. എ വി ജോർജ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുകയും തന്നെ ഈ കേസിൽ പ്രതിയാണ്, നിങ്ങൾ ഈ കേസിലെ പ്രതിയാണ്, അതിൽ നിങ്ങളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെന്നെല്ലാം തന്നെ പറയുന്നത് ആലുവയിലേക്ക് വിളിച്ചു വരുത്തിയാണ്. അദ്ദേഹം അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിക്കും. തുടർന്ന് ഇവിടേക്ക് കൊണ്ടുവരികയുമായിരുന്നു. അന്നും ഇവിടെ ഈ ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവരികയും പിന്നീടാണ് ഈ വാർത്ത വലിയ രീതിയിലേക്ക് മാറുകയും എല്ലാം ചെയ്തത്. അങ്ങനെ ഈ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നത് ആലുവയിലെ പോലീസ് ക്ലബ്ബ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ടും പല പോലീസിൻ്റെ നീക്കങ്ങൾ പ്രധാനപ്പെട്ട ഈ കേസിലെ പ്രധാനപ്പെട്ട പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും എല്ലാം തന്നെ ചെയ്ത ഒരു സ്ഥലം ഇന്ന് ഇത് മാറിയിരിക്കുന്നു. ഇന്ന് പോലീസിൻ്റെ ഒരു പരിശീലന കേന്ദ്രം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. നേരത്തെ ആ സമയത്ത് ചോദ്യം ചെയ്യലിൻ്റെ എല്ലാം തന്നെ ആ സമയത്ത് പ്രധാനമായും മാധ്യമങ്ങളെല്ലാം തമ്പടിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. ഈ വഴി പോകുമ്പോഴെല്ലാം ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും പറയുകയും എല്ലാം ചെയ്തിരുന്നു. ഇവിടെ ആയിരുന്നു ചോദ്യം ചെയ്യലും എല്ലാം തന്നെ പറഞ്ഞിരുന്നു എന്ന ഒരു സ്ഥലമാണ് ഇത്. യെസ്, അതാണ് ആലുവ പോലീസ് ക്ലബ്ബ് എന്നത് എങ്ങനെയാണ് പ്രധാനപ്പെട്ടതായി മാറിയത്. ദിവസങ്ങളോളം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആലുവ പോലീസ് ക്ലബിനെ കുറിച്ചാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ റിപ്പോർട്ട് ചെയ്തത്.